ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാചകമൊന്നുമല്ല കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് മുടിയും മുഖവും തിളങ്ങാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളവരല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? നമ്മുടെ മുടി നല്ലോണം ഉണ്ടാവണം, മുടി തിളങ്ങണം, ധാരാളം മുടി ഉണ്ടാവണം, മുഖം നല്ലോണം തിളങ്ങണം എന്നൊക്കെ ആർക്കാണ് ആഗ്രഹിക്കാത്തത്? അപ്പം അതിന് വേണ്ടി ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം മുടി നല്ലോണം തിളങ്ങാനും ധാരാളം മുടി ഉണ്ടാവാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടിക്ക് ധാരാളം കരുത്ത് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. ഒരു മുടിയുമേ ഒന്നും തൊടാണ്ട് കിടക്കൂട്ടാ മുടി. നല്ല സിൽക്കി, നല്ല ഷൈനിങ് ആയിട്ട്, നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കൂട്ടാ. നല്ലോണം തിളങ്ങി കിടക്കും. ഒരു മുടിയുമേ ഒരു മുടി തൊടാണ്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ വല്ല പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത നല്ല മുടി നല്ല ഭംഗിയായിട്ട് കിടക്കൂട്ടാ. ഒരു മുടിയും ഒരു മുടി തൊടില്ല. നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ മുടി ഇങ്ങനെ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കറ്റാർവാഴയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വീട്ടിൽ ഞാൻ കറ്റാർവാഴ വളർത്തിയിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ. അപ്പോൾ ആ കറ്റാർവാഴയുടെ 2 ലീഫ് ഞാനിങ്ങനെ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ചട്ടിയിലുണ്ട് കേട്ടോ. ഒരു കറ്റാർവാഴയുടെ ചെറിയ തൈകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനത് വേറെ ചെടിച്ചട്ടിയിൽ പകർത്തി വെച്ചു കേട്ടോ. അതിലൊരു കയ്യോന്യം വളരുന്നുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചെടിച്ചട്ടിയിൽ നിന്ന് 2 ലീഫ്, നല്ല കനമുള്ള ലീഫ് അടിയിൽ നിന്ന് നോക്കി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല കനമുള്ള ലീഫ് നോക്കി കട്ട് ചെയ്യണം കേട്ടോ. ഒരു ലീഫ് ഞാനിങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഓരോ കറ്റാർവാഴ ഇങ്ങനെ വളർത്തണം കേട്ടോ. വളരെ നല്ലതാണ് ഈ കറ്റാർവാഴ. രണ്ടാമത്തെ ലീഫും ഞാനിങ്ങനെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ 2 ലീഫ് ഞാനിങ്ങനെ ഒടിച്ചെടുത്തു കേട്ടോ. നല്ല കനമുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഒടിച്ചെടുത്തത്. അതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിങ്ങനെ കുത്തനെ നിർത്തി വെച്ചു കേട്ടോ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഇങ്ങനെ നമുക്ക് നിർത്തി വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്, അതിന് അലർജി ഉണ്ടാക്കും, അതിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ നിർത്തി വെച്ചത്. അതിന് ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ സൈഡിലുള്ള ആ മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ അതിന് കളഞ്ഞു കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ മുകളിൽ നിന്നുള്ള തൊലി ഞാനിങ്ങോട്ട് കത്തിയോണ്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. കത്തിയോണ്ട് ഞാനിങ്ങനെ മാറ്റി കളഞ്ഞു. അതിന് ശേഷം ഒരു ടീസ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു കേട്ടോ. അതിൻ്റെ ജെല്ലി ഉണ്ടല്ലോ, കറ്റാർവാഴയുടെ ജെല്ലി ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു. നല്ല പോലെ സ്കൂപ്പ് ചെയ്ത് കിട്ടി കേട്ടോ. നല്ലൊരു ജെല്ലി തന്നെയാണ് ഈ കറ്റാർവാഴയുടെ ജെല്ലി. നല്ല പോലെ ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു. എല്ലാം ഞാനിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം അതിൽ നിന്നൊരു 4 ടീസ്പൂണ് ഞാൻ മാറ്റി കേട്ടോ. 4 ടീസ്പൂണ് അത് മുഖത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 4 ടീസ്പൂണ് ഞാൻ അതിൽ നിന്നും മാറ്റി. അതിനുശേഷം ബാക്കിയുള്ള കറ്റാർവാഴ ജെല്ലിയിലേക്ക് നമ്മൾ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം, പഴകിയ കഞ്ഞിവെള്ളം വേണം. ഒരു 5-6 കുഴൽ കഞ്ഞിവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളവും പഴയ കഞ്ഞിവെള്ളവും ഈ കറ്റാർവാഴയുടെ ജെല്ലിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഞാനതൊരു കുപ്പിയിലേക്ക് പകർത്തുകയാണ്. നമ്മൾ തലയിൽ തേക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുപ്പിയിലേക്ക് പകർത്തുന്നത് കേട്ടോ. അതൊരു കുപ്പിയിലേക്ക് പകർത്തി നല്ലപോലെ അടച്ചു വെച്ചു കേട്ടോ.
ആ കുപ്പിയുടെ അടപ്പിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഹോൾ ഉണ്ടാക്കി ആ കുപ്പിയുടെ അടപ്പിന് നമുക്ക് തലയിൽ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ഞാനിങ്ങനെ ഹോൾ ഉണ്ടാക്കിയത്. ആ ഹോൾ ഉണ്ടാക്കി ഞാൻ നല്ലപോലെ അത് അടച്ച് വെച്ചു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീണ് വീണ് കിട്ടും നമുക്ക് തലയിലേക്ക് കേട്ടോ. അതിനുശേഷം നമ്മൾ 4 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറ്റാർ വാഴയുടെ ജെല്ലി. അതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അരിപ്പൊടി നമ്മൾ സാധാരണ വീട്ടിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടീസ്പൂണ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ ജെല്ലിയും അരിപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഈ കറ്റാർവാഴ വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ, വളരെ ഉപയോഗമുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കറ്റാർവാഴ, പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കിന്നിന് ചുളിവില്ലാണ്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വയസ്സുകാലത്ത് നമുക്ക് സ്കിന്നിനൊക്കെ ചുളിവ് വരില്ലേ, അപ്പോൾ ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കറ്റാർവാഴ സ്കിന്നിനൊക്കെ പുരട്ടി കൊടുക്കുന്നത്. ഞാനത് കയ്യിലേക്കൊക്കെ പുരട്ടി കാണിക്കാം കേട്ടോ. ഒട്ടും ചുളിവുണ്ടാവില്ല. കയ്യിലും മുഖത്തും കഴുത്തിലും എല്ലാ സ്ഥലത്തും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ കയ്യിൽ തേക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. നല്ല ഷൈൻ ചെയ്യുകയും ചെയ്യും. നല്ല കറുത്ത പാടുകളോ കുരുക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. 2 കയ്യിലും ഞാനിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തലയിലേക്ക് ഇത് തേക്കണമല്ലോ, നമ്മൾ ജെല്ലി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഏത് ഓയിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ, അത് നമുക്ക് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കാച്ചി വെച്ച എണ്ണയാണ്, ഞാൻ കാച്ചി വെച്ച എണ്ണയുടെ ഈ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ഓയിലാണ്, ഞാൻ വെളിച്ചെണ്ണ കാച്ചിയതാണ്. ആ കാച്ചിയ എണ്ണയാണ് കേട്ടോ ഞാൻ തലയിൽ തേച്ച് കൊടുക്കുന്നത്. നല്ലോണം ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ കൈ കൊണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കണുള്ളൂ. നല്ല പോലെ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് തേച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് നാളെ തേച്ചാലും മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ജെല്ലി, അതിങ്ങനെ നല്ലപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുടി നല്ലപോലെ വളരാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല ഷൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ സാധാരണ കറ്റാർവാഴ നിങ്ങൾക്ക് ഇല്ലെങ്കിലും സാധാരണ പഴയ കഞ്ഞിവെള്ളത്തിൽ വെറുതെ തല കഴുകിയാലും മുടിക്ക് നല്ല കരുത്ത് കിട്ടും കേട്ടോ. നല്ല മുടി ഷൈൻ ചെയ്യും. നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് ഈ കഞ്ഞിവെള്ളവും നമ്മുടെ കറ്റാർവാഴ ജെല്ലിയും. നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറാണ് കറ്റാർവാഴ ജെല്ലി. അപ്പോൾ അത് നിങ്ങൾ തേക്കാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പാക്ക് ഉണ്ടല്ലോ, കറ്റാർവാഴ ജെല്ലിയും മഞ്ഞളും അരിപ്പൊടിയും കൂടിയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പോൾ മുഖത്തുണ്ടാകുന്ന പാടുകളും മുഖത്തുപോലെ സുഷിരങ്ങളുണ്ടെങ്കിൽ അടയാനും മുഖക്കുരു മാറാനും എല്ലാം നല്ലതാണ് കേട്ടോ. സ്കിൻ തിളങ്ങാനും സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാനും കഴുത്തിലൊക്കെ നല്ലോണം പറ്റി കൊടുക്കുക, സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ കറ്റാർവാഴ. നല്ല പോലെ നമ്മളൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. ആ പൊട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുത്തു കേട്ടോ. കറ്റാർവാഴയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.